കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ വഴിപാടുകളെ പറ്റിയാണ്. പലരും കമൻറ്റിൽ വന്നിട്ടും പേഴ്സണലായിട്ടൊക്കെ ഓരോ വഴിപാടിനെ പറ്റിയിട്ടൊന്ന് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അതിൻ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസത്തിൻ്റെ അവിടുന്ന് തുടങ്ങാം. പാൽപ്പായസം 250 മില്ലിക്കാണ് 50 രൂപ. നെയ്പായസം 100 ആണ് 1 ലിറ്റർ 250-ൻ്റെ ആ ഒരു. ശർക്കര പായസം 65 രൂപ. വെള്ളരി നിവേദ്യം 20 35 രൂപ. അപ്പം 2 എണ്ണം വരുന്നത് 35 രൂപ. അട 35. ത്രിമധുരം 25. വെണ്ണ 20 ഗ്രാം 20 രൂപ. പഴം പഞ്ചസാര 20 രൂപ. ഉണ്ടമാല 90 രൂപ. തിരുമുടിമാല 30 രൂപ. നിറമാല 200 രൂപ. ചോറൂണ് 100 രൂപ. പിന്നെ വിവാഹത്തിന് 500 രൂപയാണ്. അഷ്ടപതി ഒരധ്യായത്തിന് 100 രൂപ. വിവാഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 500 രൂപ വേറെ കേട്ടോ. പിന്നെ ഗീതാധ്യായത്തിന് 10 രൂപ. പ്രസാദ കിറ്റ്, അതായത് കളമോ ഇതൊക്കെ പാടുള്ളതിന് 270 രൂപ. ഭാഗവതം അധ്യായത്തിന് 10 രൂപ. ഭാഗവത പിന്നെ നാരായണീയ ദശകത്തിന് 10 രൂപ. ഗണപതി അർച്ചനയ്ക്ക് 10 രൂപ. പിന്നെ ശാസ്ത അർച്ചന 10 രൂപ. ലളിതാ സഹസ്രനാമം 10 രൂപ. പാലട പ്രഥമൻ 220 രൂപയാണ് 1 ലിറ്റർ. ഇരട്ടി മധുരമുള്ള പായസത്തിനും 220 രൂപ. പിന്നെ നമസ്കാരം ബുക്കിംഗ് ആണ്, അത് 13,000 രൂപ. അത്താഴം ബുക്കിംഗ്, അത്താഴപൂജയുടെ അതായത് 15,000 രൂപ. പലകപ്പുറം തെളിയിക്കൽ എന്ന് പറഞ്ഞിട്ട് അത് 6,000 രൂപ. അഹസിന് 3,000 രൂപ. ചുറ്റമ്പലം തെളിയിക്കാൻ വേണ്ടിയിട്ട് 20,000 രൂപ. മാല ഇടാൻ വേണ്ടിയിട്ട് 20 രൂപ. ഗോപൂജ 250 രൂപ. ഗോപ്രീതി എന്ന് പറഞ്ഞിട്ട് അതിന് 50 രൂപ. പ്രസാദ ഊട്ട് ഉച്ചയ്ക്ക് അതിന് 10,000 രൂപ. പ്രസാദ ഊട്ട് രാവിലെ 15,000 രൂപ. രാത്രി 15,000 രൂപ. പ്രസാദ ഊട്ട് പിന്നെ ഒരു ദിവസത്തിന് 1,30,000 രൂപ. പിന്നെ വിദ്യാരംഭത്തിന് 50 രൂപ. സപ്തശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞിട്ട് അതിന് 400 രൂപയാണ്. പിന്നെ സപ്തശുദ്ധിക്ക് 20 രൂപ. വേദപാരായണം ഒരു ദിവസത്തെ രാവിലത്തെ വേദപാരായണം ചെയ്യുന്നതിന് 1,500 രൂപയാണ്. പാലഭിഷേകത്തിന് 120 രൂപ. ദീപസ്തംഭം തെളിയിക്കാൻ 6,000 രൂപയാണ്. പിന്നെ വരുന്നത് ചുറ്റുവിളക്കിന് 5,000 രൂപ. പിന്നെ നിവേദ്യക്കൂറ് അത് 10 രൂപ. കദളിപ്പഴത്തിന് 11 രൂപ. വെറ്റില അടയ്ക്കയ്ക്ക് 2 രൂപ. ഗായത്രി നെയ്ജപത്തിന് 15 രൂപ. പ്രത്യക്ഷ ഗണപതി ഹോമം അതിന് 25. ശ്രീകോവിൽ നെയ്വിളക്ക് 10 രൂപ. കൃഷ്ണനാട്ടം ആണ് പിന്നെ ഉള്ളത് വരുന്നത്. അത് അവതാരം 3,000 രൂപ. കാളിയമർദ്ദനം 3,000. രാസക്രീഡ 3,000. കംസവധം 3,000. രുക്മിണി സ്വയംവരം 3,000. ബാണയുദ്ധം 3,000. വിവിധവധം 3,000. സ്വർഗാരോഹണം 3,300. വിശ്വരൂപം 3,000. ചന്ദന ഉരുളയ്ക്ക് 850 രൂപ. വാഹന പൂജയ്ക്ക് 500 രൂപ. കാറ് ജീപ്പിന് 300 രൂപ. നാലമ്പലം വിളക്ക് വയ്ക്കാൻ 11,000 രൂപ. ബുക്കിംഗ് ആണ് അതൊക്കെ. പിന്നെ നിറമാല വലിയ നിറമാലയ്ക്കാണ് 7,000 രൂപ. അതൊക്കെ ബുക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഭഗവതിക്ക് അഴലാണ്. ഭഗവതിക്ക് ഉള്ളതിന് 30 രൂപയാണ്. നെയ്ജപത്തിന് 10 രൂപ. കേളികൈ 10 രൂപ. പുരുഷസൂക്തം 10 രൂപ. അഷ്ടോത്തരം 10 രൂപ. സഹസ്രനാമം 10.
കളഭത്തിൻ്റെ അതായത് കളഭാലങ്കാരത്തിൻ്റെ ഒരു ഉരുളയ്ക്ക് ഒരു ഉരുള എന്ന് പറഞ്ഞാൽ 6 ഉരുളയായിട്ടാണ് വരുന്നത്. അതിനാണ് 10,800 രൂപയാണ്. പിന്നെ കളഭം ഒരു ഉരുള ചെയ്യുന്നതിന് 1,800 രൂപ. പിന്നെ നെയ്വിളക്കിൻ്റെ അത് 10 രൂപ. താലിപൂജ 100 രൂപ. പിന്നെ ഉള്ളത് എണ്ണ, അത് എണ്ണ ഒക്കെ പാടുള്ളത് 428 രൂപ. പിന്നെ മലർ നിവേദ്യത്തിൻ്റെ അത് 400 രൂപ. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്. പിന്നെ ഉള്ളത് ശാസ്താവിന് ചുറ്റുവിളക്കുള്ളത് 11,000, അത് ബുക്കിംഗാണ്. ചുറ്റുവിളക്ക് 40,000 ഉദയാസ്തമന പൂജയ്ക്ക് 1,50,000. ആനയൂട്ടിന് 15,000. ആന പരിപാലനത്തിനും അതൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണമാണ് ബാക്കി കൊടുക്കാനുള്ളത്. എത്രയൊക്കെയാണ് വഴിപാടുകളെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ വിവരം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ ദേവസ്വത്തിലേക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ പറയാം. 0487255628. പിന്നെ 0487 തന്നെ വെച്ചിട്ട് 2556-335. പിന്നെ ഒന്നും കൂടി 0487-2556-346. ഫാക്സും ഉണ്ട്, അത് 0477-255-4844. ഇതാണ് ഇപ്പോൾ അവിടെ നിലവിലുള്ള വഴിപാട് നിരക്കുകൾ. ഇനി ഇതിൽ മാറ്റങ്ങളൊക്കെ വരും, ഇപ്പോൾ അടുത്ത് മാറ്റം വരും തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. എന്നാലും ഏകദേശം അവിടെ ഉള്ള വഴിപാടുകളും ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ആൾരൂപ അങ്ങനത്തെയൊക്കെ വേറെ കേട്ടോ. അതിനൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണമാണ്. പ്രസാദ കൂട്ടിനിപ്പോൾ ഒരു നേരത്തെ അതെല്ലാം നമുക്ക് അതിന് സമർപ്പിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതേമാതിരി സാധുക്കൾക്ക് പാൽപ്പായസം കൊടുക്കാം, അത് നമ്മൾ എഴുതിയിട്ട് ഇട്ടാൽ മതി. അവിടെ കൗണ്ടറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഗുരുവായൂരിൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത് തന്നെ വരാം. ഹരേ കൃഷ്ണ.